ക്യാബേജിൽ വിഷം, കോളിഫ്ലവറിൽ വിഷം, എന്തിന് കറിവേപ്പിലയിൽ പോലും വിഷം. പരിശോധനാ ഫലങ്ങളുടെ വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വരുന്നു. വാസ്തവത്തിൽ നമുക്ക് പച്ചക്കറികൾ തരുന്ന തമിഴ്നാട്ടിലെ വിശാലമായ കൃഷിയിടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുന്നു. തൊട്ടടുത്ത ദിവസം കേരളത്തിലെ മാർക്കറ്റിലേക്ക് എത്തേണ്ട മുന്തിരിക്കുലകളിലാണ് ഈ വിഷപ്രയോഗം. കേരളത്തിൽ നിരോധിക്കപ്പെട്ട മോണോക്രോട്ടോഫസ്, പാരാക്യൂറ്റ് എന്നിവയാണ് തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടങ്ങൾ ഇപ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കീടനാശിനികൾ. പെട്ടെന്ന് ഒഴുകിപ്പോകാതിരിക്കാൻ കീടനാശിനികളുടെ മിശ്രിതത്തിൽ ഒരു പശയും കൂടി കർഷകർ ചേർക്കുന്നു. ഇത് വിളവെടുക്കാറായ തോട്ടങ്ങളിലെ ദൃശ്യങ്ങളാണെങ്കിൽ മറ്റിടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല. മുന്തിരിവള്ളി പൂവിടുന്നതു മുതൽ തുടങ്ങുന്നു വിഷപ്രയോഗം. മാരകമായ കീടനാശിനികളുടെ കൂട്ടിച്ചേർക്കലിന് യാതൊരു ശാസ്ത്രീയതയുമില്ലെന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. കേരളത്തിൽ നിരോധിച്ചതും മാരകമെന്ന് കണ്ടെത്തിയതുമായ കീടനാശിനി പാക്കറ്റുകളാണ് മുന്തിരിത്തോട്ടങ്ങളിലെല്ലാം. മുൻപ് തമിഴ്നാട്ടിലെ തോട്ടങ്ങളിൽ മുന്തിരി തിന്നാനെത്തുന്ന കിളികളെ ഓടിക്കാനുള്ള കാവൽ മാടങ്ങൾ കാണാമായിരുന്നു. ഇപ്പോൾ കാവൽ മാടങ്ങൾക്ക് പകരമുള്ള കാഴ്ച ഇങ്ങനെ. മുന്തിരിപ്പഴങ്ങൾ തിന്നാൻ കിളികൾ വരാത്തതെന്ന് ചോദിച്ചാൽ കർഷകരുടെ പ്രതികരണം ഇതാണ്. சாப்பிடும் அடுத்த கிளிகிட்ட போய் பறையும் போகாது, சாகாது, மடிச்சு போகாது. அது തൊണ്ടയിൽ ഒരു രണ്ടാമത് കടിക്കുക കൊത്ത വരാது. കഴിച്ചാൽ കിളികൾ പോലും ചത്തൊടുങ്ങുമെന്ന് കർഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന മുന്തിരിപ്പഴങ്ങളാണ് നമ്മൾ വില കൊടുത്തു വാങ്ങി കഴിക്കുന്നത്. നിരോധിക്കപ്പെട്ട കീടനാശിനികളിൽ മുങ്ങിക്കുളിച്ചാണ് ഈ മുന്തിരിക്കുലകൾ നമ്മുടെ മാർക്കറ്റിലെത്തുന്നത്. പക്ഷേ ഇത് വാങ്ങുമ്പോൾ നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.